ഫാദർ തോമസ് തൈത്തോട്ടത്തിന്റെ ജീവിതവും പ്രവർത്തന ശൈലിയും പ്രതിപാദിക്കുന്ന പ്രതിബദ്ധതയുടെ പ്രതീകം 1000 ശാന്തിഗ്രാമങ്ങൾ പുസ്തക പ്രകാശനം ജൂലൈ 3-ാം തീയതി നാളെ നടക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫാദർ തോമസ് തൈത്തോട്ടം സ്വയപ്രയത്നത്താൽ പടുത്തുയർത്തിയ പൊന്നം നായനാർ റോഡിലെ പ്രതീക്ഷ മദ്യപാന ചികിത്സാ കേന്ദ്രത്തിൽ നാളെ വൈകിട്ട് 3-ന് ചേരുന്ന ചടങ്ങിൽ തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തമാർ ജോസഫ് പാംപ്ലാനി പുസ്തക പ്രകാശനം നിർവഹിക്കുമെന്ന് സ്നേഹക്കൂട്ടായ്മ സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പുസ്തകം ഏറ്റുവാങ്ങും. മുഖ്യപ്രഭാഷണവും MLA നിർവഹിക്കും. തോമസ് തൈത്തോട്ടത്തിനൊപ്പം പ്രവർത്തിച്ച KCBC മധ്യവിരുദ്ധ സമിതി, മുക്തിശ്രീ തുടങ്ങിയ സംഘടനാ ഭാരവാഹികളുടെ കൂട്ടായ്മയാണ് പുസ്തകം തയ്യാറാക്കിയത്. തൈത്തോട്ടം പിതാവിനെ അടുത്തറിയുന്ന 15ഓളം പേരുടെ രചനകൾ 226 പേജ് വരുന്ന പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിന്റെ ഒരു വശം 114 പേജുകളിൽ പ്രതിബദ്ധതയുടെ പ്രതീകവും മറുഭാഗത്ത് 112 പേജുകളിൽ 1000 ശാന്തി ഗ്രാമങ്ങളുടെ ഉള്ളടക്കങ്ങളുമാണുള്ളത്. നമുക്കറിയാം, കേരളത്തെ ഏറ്റവും കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഈ മദ്യം, മയക്കുമരുന്ന് മുതലായ വലിയ സാമൂഹിക തിന്മയാണ്. അതിനെതിരെ ഒരു ജീവിതകാലം മുഴുവനും സന്ധിയില്ലാതെ സമരം ചെയ്ത ഒരു വലിയ വ്യക്തിത്വമാണ് തോമസ് തൈത്തോട്ടം. അവർ 40-45 വർഷക്കാലം അദ്ദേഹം തലശ്ശേരി അതിരൂപതയിലെ KCBC മധ്യവിരുദ്ധ സമിതിയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ കാലത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് നമുക്കറിയാം. ഇന്നിപ്പം കേരളത്തിൽ ആപ്പാടെ, നമ്മുടെ വടക്കൻ കേരളത്തിൽ ആപ്പാടെ ഉള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററാണ് പ്രതീക്ഷ. കേട്ടിട്ടുണ്ടാകും, പൊന്നിയത്താമത്ത്. അദ്ദേഹം സ്വന്തമായിട്ട് 2 കോടി 80 ലക്ഷം രൂപ സ്വന്തമായിട്ട് സമാഹരിച്ച് അദ്ദേഹം സ്വയമായിട്ട് നിർമ്മിച്ചൊരു സ്ട്രക്ചറാണ് അവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ KCBC മധ്യവിരുദ്ധ സമിതി സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി മുക്തിശ്രീ എന്ന സംഘടന ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം സ്ത്രീകളാണ് ഇതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കുന്നവര്, മദ്യത്തിന്റെ ഒക്കെ. അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്തിശ്രീ സംഘടന ഉണ്ടാക്കിയിരുന്നു. അതിലും വലിയൊരു സേവനമായിരുന്നു സ്കൂളുകളിലും കോളേജുകളിലും. അതിന്റെ അഭാവം നമ്മൾ ഇന്ന് വല്ലാണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. ADS ഒരു സംഘടന അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു, ആന്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ. അത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഇതെല്ലാം തന്നെ കേരളത്തെ ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വളരെയേറെ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനു വേണ്ടി മാറ്റിവെച്ച ഒരു വലിയ വ്യക്തിത്വമാണ് ഫാദർ തോമസ് തൈത്തോട്ടം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി റിട്ടയർ ചെയ്ത് ഇപ്പോൾ കരുവഞ്ചാലിലുള്ള പ്രീസ്റ്റ് ഹോമില് വിശ്രമ ജീവിതത്തിലാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പ്രവർത്തിച്ച സഹപ്രവർത്തകരാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വരും തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തോന്നി. കാരണം അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിന്റെ എല്ലാ രീതികളെല്ലാം തന്നെ ഒരു പാഠപുസ്തകമായി തീർന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് തോമസ് തൈത്തോട്ടം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ്. അത് ബുക്കിന്റെ ടൈറ്റിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് നടക്കുന്നത്. അത് നമ്മൾ ഈ അടുത്ത വ്യാഴാഴ്ച, മറ്റന്നാൾ 3-ാം തീയതി അദ്ദേഹം തന്നെ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള ഈ പറയപ്പെടുന്ന പ്രതീക്ഷ, പൊന്നിയത്തുള്ള പ്രതീക്ഷ, അവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അത് വൈകുന്നേരം 3 മണിയാണ് സമയം. അത് ബുക്ക് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അഭിവന്യ മെത്രാപ്പൊലീത്ത പാംപ്ലാനി പിതാവാണ്, ജോസഫ് പാംപ്ലാനി പിതാവാണ്. തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്തയാണ്. ബുക്ക് സ്വീകരിക്കുന്നതും മുഖ്യ പ്രഭാഷണം നടത്തുന്നതും നമ്മുടെ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, നമ്മുടെ MLA കൂടിയായിട്ടുള്ള സണ്ണി ജോസഫ് സാറാണ്. പിന്നെ കുറച്ച് പേരുടെ ആശംസകളും പരിപാടികളൊക്കെ ഉണ്ട്. ഒരു 2 മണിക്കൂർ നേരത്തെ ഫംഗ്ഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃത്യം 3 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളൊരു 5 മണിയാകുമ്പോഴേക്കും പരിപാടി വൈൻഡപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും ഞങ്ങൾ പ്രത്യേക ഡോക്ടർ ജോസ് ലെറ്റ് മാത്യു, സാബു ജേക്കബ് ചിറ്റേത്ത്, ആന്റണി മേൽവട്ടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു.